ഇന്നലെ പാതിരാത്രിയിൽ നമ്മുടെ നെവിൻ അക്ബർ കാക്കായോട് ഒരു കാര്യം പറയുന്നത് കേട്ടു. എന്താണെന്നല്ലേ, അവൻ സിനിമയ്ക്ക് തിയേറ്ററിൽ പോകുമ്പോൾ പോലും തൊട്ടടുത്തിരിക്കുന്ന ആളെ കമ്പനി ആക്കിയിട്ട് അയാളുടെ പോപ്കോണിൽ കൈയിട്ട് വാരി തിന്നുവെന്ന്. അപ്പൊ സത്യം പറഞ്ഞ ഈ കുഞ്ഞിന് മറ്റേ കൊക്കപ്പുഴു എങ്ങാണ്ട് ഉണ്ട് കേട്ടോ വയറിനകത്ത്, അല്ലെങ്കിൽ നല്ല മുഴുത്ത ഭ്രാന്ത്, നല്ല അടി കിട്ടാത്തതിൻ്റെ സോക്കേട്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ പോലും തൊട്ടപ്പുറം ഇരിക്കുന്നവൻ്റെ പോപ്കോണിൽ കൈയിട്ട് വാരി തിന്നുമെന്നൊക്കെ പറയുന്നത് അത് അത്ര നല്ല കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അവൻ തമാശയ്ക്ക് പറഞ്ഞായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വളരെ സീരിയസ് ആയിട്ട് തന്നെ അവനിരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ ലൈവില് ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. കൂടാതെ ഇന്നലത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ, എപ്പിസോഡ് നമ്പർ 85, അതിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആര്യൻ മോൻ പോയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ആര്യൻ മോൻ പോയപ്പോൾ അനുമോൾക്ക് കൈ കൊടുക്കാത്തതിൻ്റെ പേരിൽ കുറെ പേർക്കൊക്കെ വിഷമമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത്ര വലിയ വിഷമമൊന്നുമില്ല, പക്ഷേ കൈ കൊടുത്തില്ല, അത് പിന്നെ അവൻ്റെ ഇഷ്ടം. അതിനകത്തൊന്നും പോയിട്ട് നമുക്ക് എന്താടാ ആര്യ നീ കൈ കൊടുക്കാന്ന്, അനുമോക്ക് കൈ കൊടുക്കടാ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വീണ്ടും പറയുന്നു, അത് അവൻ്റെ ഇഷ്ടം. അവൻ കൈ കൊടുക്കുകയോ കൈ കൊടുക്കാതിരിക്കുവോ, എന്താണെങ്കിലും ഒരു ചെറിയ ദേഷ്യം കാണുമല്ലോ. പ്രത്യേകിച്ച് അനുമോള് PR, അവള് PR കൊണ്ട് അവിടെ നിൽക്കുന്നു, ഞാൻ വലിയ ഗെയിമർ, ഞാൻ പുറത്തു പോയില്ലേ, ഞാൻ എന്റർടൈനർ, അങ്ങനെ ഒരു സാധനമൊക്കെ ഉള്ളിൽ കാണും. ആ ഒരു സാധനത്തിന്റെ പുറത്തായിരിക്കും. എന്താണെങ്കിലും മോൻ പോയി, മോൻ പോട്ടെ. അപ്പൊ എന്താണെങ്കിലും ലാലേട്ടൻ ഇന്നലെ എപ്പിസോഡിൽ വന്ന ഉടനെ തന്നെ നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസിക്ക കൺഫെഷൻ റൂമിലിരുന്ന് ബിഗ് ബോസ് ഉപദേശിക്കുന്നത് കേൾപ്പിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഷാനവാസിക്ക കൺഫെഷൻ റൂം വരുന്നു, കൺഫെഷൻ റൂം വഴി പുറത്തേക്ക് വരുന്നു. വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലിവിംഗ് റൂമിൽ പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്, എല്ലാവർക്കും വന്ന് കൈയൊക്കെ കൊടുക്കുന്നു. നെവിനാണ് ഏറ്റവും അവസാനം കൈ കൊടുക്കുന്നത്. നെവിൻ മാറി നിൽക്കുകയാണ്. നെവിൻ അവസാനം കൈ കൊടുത്തതല്ല, നെവിൻ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. എല്ലാവരും വന്ന് കൈയൊക്കെ കൊടുത്തു. ഫസ്റ്റ് നൂറയാന്ന് തോന്നുന്നു, അതിനുശേഷം അനീഷ് കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കഥാനായകൻ നെവിൻ മുന്നോട്ട് വന്നിട്ട് കൈയൊക്കെ കൊടുത്തിട്ട് വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു, ഒരു ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, ഏതാണ്ട് മോൻ്റെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ, അനീഷ് എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി, പറയൂ അനീഷ് മോനെ, നീയാണല്ലോ ഇവിടുത്തെ താരം, നീ പറ എന്നുള്ള മോഡിൽ അനീഷ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്. അനീഷ് ചേട്ടനോടെ ഇത്രയും നാൾ കണ്ടു തന്നതിൽ ഏറ്റവും മോശമായ ക്യാപ്റ്റൻസി ആയിരുന്നു ലാലേട്ട ഈ ആഴ്ചത്തെ എന്നൊക്കെ, കഴിഞ്ഞ ആഴ്ചത്തെ എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. 2 നേരമാണ് ലാലേട്ട ഭക്ഷണം തന്നതെന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. ഉടനെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ലാലേട്ട എന്ന് പറയുന്നു. അതിനുശേഷം സബുമാൻ പറയുന്നു, വൻ പരാജയമായിരുന്നു. ഓ, വൻ പരാജയമായിരുന്നോ? വൻ പരാജയമായിരുന്നു ലാലേട്ട എന്നൊക്കെ നമ്മുടെ സബുമാൻ പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, സാബു വരെ, അല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ ബാക്കി എല്ലാവരോടും നമ്മളോടും ഒക്കെ ആയിട്ട് പറയുകയാണ്, സാബു വരെ പറയുന്നു വളരെ മോശമായി എന്നുള്ളത് എന്ന് ലാലേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നൂറ വരുന്നു, നൂറ വൻ പരാജയമായെന്ന് പറയുന്നു. അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നെവിന് മൊത്തത്തിലൊരു പുച്ഛമായി എല്ലാവരോടും. ലാലേട്ടനോട് പുച്ഛം, അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് പുച്ഛം, എന്തിന് വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് വരെ നെവിനൊരു പുച്ഛമുണ്ട്. അത് അവിടെ വളരെ വ്യക്തമായിട്ട് എപ്പിസോഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റി. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ, എന്തിനാ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ പോലും അവൻ അപ്പുറം ഇരിക്കുന്ന അക്ബറിനെയും ഇപ്പുറം ഇരിക്കുന്ന നെവിനെയൊക്കെ ഇങ്ങനെ, നെവിനെന്ന് നമ്മുടെ ആര്യനെയൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു കള്ളച്ചിരി, ഒരു പുച്ഛച്ചിരി, കള്ളച്ചിരി എന്നല്ല, ഒരു പുച്ഛച്ചിരി. ഇതൊക്കെയാണ് നെവിൻ്റെ ഒരു ഭാവം ആ സമയത്ത്. അതൊന്നും അത്ര നല്ലൊരു കാര്യമായിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ചിലപ്പോൾ നല്ലതായി തോന്നിക്കാണോന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് പറ. അവൻ്റെ ആക്റ്റുകൾ അത് എന്തോ, ഇത്രയും വലിയ കാര്യങ്ങൾ അവൻ കാണിച്ച തെമ്മാടിത്തരം, അത് ഓൾറെഡി ഇന്നലെ സംസാരിച്ച് വലിച്ചു കയറിയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ക്യാപ്റ്റൻസിയെ പറ്റി ഒന്നും ചോദിച്ചില്ല. ഇന്നലെ അവൻ്റെ തെമ്മാടിത്തരത്തെ പറ്റിയാണ് കൂടുതലും സംസാരിച്ചത്. ഇന്ന് അക്ബറും ആര്യനും നെവിനും 3 പേരും ഒന്നിച്ചുണ്ടായിരുന്ന ക്യാപ്റ്റൻസി, അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പോലും അവനൊരു പുച്ഛം. എന്തോ എനിക്ക് ആ പുച്ഛത്തിനോടൊന്നും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അനു വരുന്നുണ്ട്, അനുമോളോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അനുമോൾ പറയുന്നുണ്ട്. അനുമോൾ അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു പോയിന്റായിട്ട് എനിക്ക് തോന്നി. അത് വേറൊന്നുമല്ല, അക്ബർ മാത്രമായിരുന്നെങ്കിൽ ചിലപ്പോൾ ലാലേട്ട നല്ലൊരു ക്യാപ്റ്റൻസി നമുക്ക് കാണാൻ സാധിച്ചേനെ എന്നുള്ള രീതിയിലൊരു ടോക്ക് നമ്മുടെ അനുമോളുടെ ഭാഗത്തുനിന്നുണ്ടായി. അനുമോൾ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇച്ചിരിയൊക്കെ കഷ്ടപ്പാടാണ്. പക്ഷെ അനുമോൾ അത് പറഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചു. അത് വേറെ ആരും കൂടെ പറഞ്ഞില്ല, സത്യമാണ്, എനിക്കത് കറക്റ്റായിട്ട് തോന്നി. കാരണം അക്ബർ എന്ന് പറയുന്ന വ്യക്തി അത്ര മോശം ഗെയിമറൊന്നും അല്ല, നല്ലൊരു ഗെയിമറൊക്കെ തന്നെയാണ് അക്ബർ, മനസ്സിലായില്ലേ?
കൃത്യമായിട്ട് പല പോയിന്റുകളും പറഞ്ഞ് ഇപ്പോൾ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നതിനകത്ത് കൃത്യമായി പോയിന്റ് പറഞ്ഞ് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് അക്ബർ. സോ അങ്ങനെ ഒരു വ്യക്തിയൊക്കെ ക്യാപ്റ്റനായിട്ട് ഒരാഴ്ച പുള്ളിയുടെ കിട്ടിയായിരുന്നെങ്കിൽ, പുള്ളി മാത്രമായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലൊന്നും സംഭവിക്കുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അനുമോൾ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, മോനെ പറയടാ, എല്ലാവരും ഇങ്ങനെയാണല്ലോടാ, ഒരാൾ നല്ലതൊന്നും പറയുന്നില്ലല്ലോടാ എന്ന് പറയുമ്പോഴത്തേക്ക് അക്ബർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ തെറ്റ് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ ലാലേട്ടാ, ഞങ്ങൾ ചെയ്ത നല്ലതൊന്നും ആരും പറയുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് നമ്മുടെ അക്ബർ കാക്കാന്റെ ഭാഗത്തുനിന്ന് വന്നു. അക്ബർ കാക്ക ഇപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ, നിങ്ങൾ കറക്റ്റ് പോയിന്റ് പറയുന്ന ആളാണെന്ന്. അതെ, പക്ഷെ ഇതുപോലുള്ള മണ്ടത്തരങ്ങളും നിങ്ങളെ വായിൽ നിന്ന് വീഴാറുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ തെറ്റ് മാത്രമേ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തെറ്റുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് നല്ലതൊന്നും ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. ആകെ ഉണ്ട്, ഒരു കാര്യമുണ്ട്, അത് വേറൊന്നുമല്ല. നമ്മുടെ ഷാനവാസിക്ക വീണ് കിടന്ന സമയത്തുണ്ടല്ലോ, ആര്യനൊക്കെ തമാശിച്ച് ഈ ഡ്രാമയാടാ എന്ന് പറഞ്ഞ് പോയ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവരുടെ 3 പേരുടെ ഇടയ്ക്കുന്ന് അക്ബറാണ് ആദ്യമേ ഷാനവാസിക്ക ഓക്കെ അല്ലേ, വാ കൺവെൻഷൻ റൂമിൽ പോവാം എന്നൊരു വാക്ക് പറഞ്ഞത് അക്ബർ മാത്രമാണ്. ഇവരുടെ 3 പേരുടെ ഇടയ്ക്കൂന്ന് നെവിൻ, ആര്യൻ, അക്ബർ, ഇവരുടെ 3 പേരുടെ ഇടയ്ക്കൂന്ന് ഫസ്റ്റ് ഒരു എവിടെയോ ഇച്ചിരി പേടി വന്നു, ഓ വയ്യ ശരിക്കും പുള്ളിക്ക് പണിയാണല്ലോ എന്നുള്ളൊരു സാധനം എവിടെയോ മനസ്സിൽ തോന്നിയ ഒരു വ്യക്തി അക്ബർ മാത്രമാണെന്ന് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസവും. അപ്പോൾ അതുകൊണ്ടൊക്കെ അത്രയൊക്കെ ഉള്ളൂ. പുള്ളിയെ പ്രത്യേകിച്ചൊന്ന് ചൂണ്ടിക്കാണിച്ച് ഈ ആഴ്ച എന്തെങ്കിലും നന്നായിരുന്നു എന്ന് പറയാനായിട്ട്. ക്യാപ്റ്റൻസി വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഒരു മാങ്ങയും കണ്ടിട്ടില്ല നല്ലത് ഇവരുടെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനൊന്നും. അത് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ നെവിനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ നെവിൻ്റെ ഒരുമാതിരി ഒരു ഡയലോഗ് ഉണ്ടേ, ലാലേട്ട കഴിവുള്ളവനെ ലോകം അംഗീകരിക്കില്ല എന്ന് പറയുന്നത് വളരെ സത്യവത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ലാലേട്ട എന്നൊരു സാധനം പറഞ്ഞു. അല്ല, ഇവന് എന്ത് കഴിവാണുള്ളത് എനിക്കറിയാൻ പാടില്ല, എനിക്കറിയത്തില്ല. വേറെ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന്, ഫാഷൻ രംഗത്തൊക്കെ മികവുള്ള ഒരു വ്യക്തിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഹൗസിൽ കണ്ടത് വെച്ചിട്ട് എനിക്ക് അവന് പ്രത്യേകിച്ച് കഴിവുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തിനാ കഴിവ്? ഭക്ഷണം അടിച്ചു മാറ്റി തിന്നുന്നതാണോ കഴിവ്? എനിക്ക് അറിഞ്ഞൂടാ, വീണ്ടും ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല. കണ്ടത് വെച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് നെവിൻ്റെ കഴിവുകളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ആകെ അതും വേണമെങ്കിൽ കഴിവായിട്ട് എടുക്കാൻ കേട്ടോ, ശരിയായി, എൻ്റെ തെറ്റാ. നൈസായിട്ട് ബാക്കിയുള്ളവരെ പറ്റിച്ച് ഫുഡ് അടിച്ച് തിന്നുന്നത് വേണമെങ്കിൽ ഒരു കഴിവായിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ, ആ ഒരു കഴിവ് കുഞ്ഞിനുണ്ട്. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് കഴിവൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ നെവിൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പൊട്ടൻഷ്യലുള്ള ഇവർ തന്നെ ആണല്ലോ ലാലേട്ടൻ ഞങ്ങളെ വോട്ട് ചെയ്തെടുത്ത്, ഞങ്ങൾ പൊട്ടൻഷ്യൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടെന്നൊക്കെ പറയുന്നു. ഇവരെ 3 പേരെയും കൂടെയും വോട്ട് ചെയ്ത് ഒന്നിച്ചങ്ങ് ക്യാപ്റ്റനാക്കിയത് ബാക്കിയുള്ളവരല്ലല്ലോ. 3 പേരെയും സെലക്ട് ചെയ്തു, 3 പേർക്ക് വോട്ടുണ്ടായിരുന്നു. ആ 3 പേരിൽ നിന്ന് ഒരു ടാസ്കോ എന്തെങ്കിലും നടത്തിയിട്ട്, ഒരു ഗെയിം നടത്തിയിട്ട് അതിൽ ഒരാളെ ക്യാപ്റ്റൻ ആക്കുമെന്നായിരിക്കുമല്ലോ എല്ലാവരും വിചാരിക്കുന്നത്. ഇത് ബിഗ് ബോസിന്റെ കളിയല്ലായിരുന്നോ 3 എണ്ണത്തിനെയും പിടിച്ചിട്ട് 3G ആക്കിയ ഒരു അവസ്ഥ? അതെന്തായാലും ബാക്കിയുള്ളവർ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഉടനെ ലാല് പറയുന്നുണ്ട്, ലാലെന്നൊക്കെ എൻ്റെ പൊന്നെ ക്ഷമിക്കുക ലാലേട്ടൻ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കൂടെ തന്ന പണിയാണല്ലേ നിങ്ങൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് അതെ എല്ലാവരും കൂടെ ഞങ്ങൾക്ക് തന്ന പണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലായില്ല കേട്ടോ എന്ത് പണിയാണെന്ന്. ഇവന്മാര് ബാക്കിയുള്ളവർക്ക് പണിയായി, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, അനീഷ് ഈ ആഴ്ച എന്തോ മിസ്സിങ് ആണല്ലോ. ഉടനെ അനീഷേട്ടൻ, ഞാൻ ജയിലിൽ പോയില്ല ലാലേട്ടാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടത്താം എന്ന് പറഞ്ഞിട്ട് സ്പോട്ടിൽ തന്നെ ലാലേട്ടൻ ജയിൽ നോമിനേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ആവശ്യമില്ലായിരുന്നു. എന്തിനായിരുന്നു ആ ജയിൽ നോമിനേഷൻ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്. 1 മണിക്കൂർ എങ്ങാണ്ട് തികച്ചാണ് നമ്മുടെ അക്ബറും നെവിനും ആണ് ജയിലിലേക്ക് പോയത്. പക്ഷെ 1 മണിക്കൂർ തികച്ച് എന്തിനാത്? എന്ത് കാര്യത്തിന്? വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനോ? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ചുമ്മാ അവന്മാർ കുറേ നേരം അതിനകത്ത് കിടക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, 2 പേരുടെയും ജയിൽ പരിപാടി കഴിയുന്നു എന്ന് പറയുന്നു, അവന്മാർ ഇറങ്ങി പോകുന്നു. എന്ത് കാര്യത്തിന്? അപ്പോൾ ഇത്രയും നാളും ജയിലിൽ കിടന്നവരൊക്കെ വെറും പൊട്ടന്മാരോ? അല്ല, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ജയിൽ നോമിനേഷൻ വരുന്നു, ഓരോരുത്തരായിട്ട് വരുന്നു. സാബുമാൻ വരുന്നു, നെവിൻ്റെ അക്ബറിൻ്റെ പേര് പറയുന്നു. സാബുമാൻ വളരെ നല്ലൊരു കാര്യം, കറക്റ്റായിട്ടൊരു പോയിന്റ് പറഞ്ഞു എന്ന് എനിക്ക് തോന്നി അക്ബറിൻ്റെ പേര് പറഞ്ഞപ്പം. അക്ബർ പറയുന്നുണ്ടായിരുന്നല്ലോ ഈ ടാസ്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ താമസിച്ചു പോയെന്ന്. അപ്പം അങ്ങനെ ടാസ്ക് ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ട ഒരാളായിരുന്നെങ്കിൽ എന്തിനാണ് ചാടിക്കയറി കിച്ചണിലോട്ട് പോയത്? ഞങ്ങളാരും പിടിച്ചാക്കിയതല്ലല്ലോ, 3 ക്യാപ്റ്റന്മാരും തന്നെ ഏറ്റെടുത്തതല്ലേ ഞങ്ങളത് കിച്ചൺ ഭരിച്ചോളാന്ന്. വല്ല ബാത്റൂമിലോ ക്ലീനിങ്ങിലോ പോയാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടിയേനെ. ഇവിടെ 3 പെമ്പിള്ളാരുണ്ട്, അവർ കറക്റ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്നേനെ എന്നൊരു കാര്യം സാബുമാൻ പറയുന്നത് കേട്ടു. വല്ലപ്പോഴുമാണ് സാബുമാൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കറക്റ്റായിട്ടുള്ളൊരു പോയിന്റ്
പിന്നെ നമുക്ക് സാബുമാനെ അധികം അങ്ങോട്ട് തള്ളി പറയാനും പറ്റത്തില്ല കേട്ടോ. കാരണം ഞാനിന്നൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ നോമിനേഷൻ ടൈമിൽ, ജയിൽ നോമിനേഷൻ ടൈമിലും അത് കൂടാതെ പല സമയത്തും നമ്മുടെ അക്ബറിനും നെവിനും ഒക്കെ എതിരെ സാബുമാൻ സംസാരിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ജയിലിനകത്ത് അക്ബറും നെവിനും കിടക്കുന്ന സമയത്ത് അവിടെ പോയി അവരോട് വളരെ നീറ്റായിട്ട് സാബുമാൻ സംസാരിക്കുന്നുണ്ട്. സാബുമാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമറൊക്കെ ആണ് കേട്ടോ, ഗെയിമറൊക്കെ തന്നെയാണ്. നമുക്ക് അല്ലാന്നും പറഞ്ഞ് അവനെ അങ്ങോട്ട് ആട്ടിപ്പായിച്ച് വിടുക, അവൻ പൊട്ടനാണ് ചട്ടന അങ്ങനൊന്നും അല്ല. ഹീസ് എ ഗെയിമർ. അത് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെറും മണ്ടനാണെന്നൊന്നും ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. അവിടെ ജനങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എന്തോ ഒരു സാധനം സാബുമാൻ്റെ ഉണ്ട്. അത് ഇന്നാണ് ഞാൻ പ്രത്യേകിച്ച് തിരിച്ചറിഞ്ഞത്. കാരണം നല്ല രീതി ഞാൻ ഈ പറഞ്ഞ കണക്ക് നെവിനെയും അക്ബറിനെയൊക്കെ വലിച്ചു കീറി. ഇപ്പൊ കറക്റ്റ് ഈ എന്താണ് ജയിൽ നോമിനേഷന്റെ സമയത്ത് അക്ബറിന്റെ പേര് പറഞ്ഞിട്ട് കറക്റ്റ് പോയിന്റ് അടിച്ചു. ഇതെല്ലാം കഴിയുമ്പോൾ എന്താണെങ്കിലും അക്ബറിന്റെ ഒരു ദേഷ്യം വരേണ്ടതാ. പക്ഷെ വളരെ കൂളായിട്ട് ജയിലിനകത്ത് അക്ബറും നെവിനും കിടക്കുമ്പോൾ അവിടെ പോയി പുറത്തു നിന്ന് സംസാരിക്കുന്നു. ഷാനവാസിക്ക് അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല, എന്തോ ഒരു ട്രാക്കിലേക്ക് മെല്ലെ കയറിയത് പോലെ തോന്നുന്നു. അവസാനമെങ്കിലും ട്രാക്കിലോട്ട് കയറണമല്ലോ, ഇല്ലെങ്കിൽ ഇത്രയും ദിവസം നിർത്തിയ ജനങ്ങൾ മണ്ടന്മാരായി പോവുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും നെവിൻ്റെ അക്ബറിൻ്റെ പേരാണ് പറയുന്നത്. അതിനുശേഷം അനീഷേട്ടൻ വരുന്നുണ്ട്, നെവിൻ്റെയും അക്ബറിൻ്റെയും പേര് പറയുന്നു. എല്ലാവരും നെവിൻ്റെ അക്ബറിൻ്റെയും പേരാണ് പറയുന്നത്. നൂറ വരുന്നു, നെവിൻ്റെ അക്ബറിൻ്റെയും പേര്. അനുമോൾ വരുന്നു, നെവിൻ അക്ബർ പറയുന്നുണ്ട്. ആദില വരുന്നു, നെവിൻ അക്ബർ പറയുന്നുണ്ട്. ആ സമയത്ത് ആദില പറയുന്നൊരു കാര്യമുണ്ട്, ആദില കറക്റ്റായിട്ടുള്ള കാര്യം കേട്ടോ പറഞ്ഞത്. അതായത് ഈ ചില കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പറയാൻ. എല്ലാം ഇങ്ങനെ പോയിന്റ് ആയിട്ടല്ല പറയുന്നത്. ഈ ലാലേട്ടനോടുള്ള കോൺവെർസേഷൻ ക്യാപ്റ്റൻസിയുടെ ഒക്കെ സമയത്ത് നമ്മുടെ നെവിൻ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും ഞങ്ങളെ കിച്ചണിന്റെ കേസ് പറഞ്ഞ് ഞങ്ങൾ താത്തുകയാണ്, ഞങ്ങൾ കറക്റ്റായിട്ട് ഫുഡ് ഉണ്ടാക്കിയതാണ്, അവർ വന്ന് കഴിക്കാത്തതാണ്, മിച്ചം കുറേ ചോറ് വന്നു എന്നൊക്കെ അക്ബർ നെവിനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ പോയിന്റ് പൊക്കിയെടുത്തിട്ടാണ് ആദില ഒരടി അടിക്കുന്നത് നമ്മുടെ നെവിനിട്ട്. അത് വേറൊന്നുമല്ല, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട എന്ന് ഇവന്മാരോട് 3 പേരോട് ഞങ്ങൾ പറഞ്ഞതാണ്. കാരണം ഇവന്മാരുണ്ടാക്കുന്നതിനകത്ത് ഒരു തേങ്ങയില്ല, ഉപ്പില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ വയ്യ. നൂറ വയ്യാതെ കിടന്നു, ഷാനവാസിക്കയുടെ അവസ്ഥ ഉണ്ടല്ലോ, എല്ലാവർക്കും ശോകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും ഇവന്മാർ ഭക്ഷണം ഉണ്ടാക്കി. എന്തിന്? ആ ചോറ് അത് വേസ്റ്റ് ആക്കാൻ. അത് വേസ്റ്റ് ആക്കി കളയുമ്പോഴത്തേക്ക് ചോദ്യം വരും, എന്തിന് വേസ്റ്റ് ആക്കി? അപ്പം ഞങ്ങളുടെ നെഞ്ചത്തോട്ട് വെച്ച് വരും, ഞങ്ങൾക്ക് കൂടെ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതാണ് അവന്മാർ ഇന്നത്തെ എപ്പിസോഡിലും കാണിച്ചത്. ഇവരൊക്കെ പറയുന്നുണ്ട് അവർ കൂടെ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി, അക്ബർ പറയുന്നുണ്ട് അവർ കൂടെ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി. പക്ഷെ അവർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് വേണ്ട എന്ന്. പിന്നെന്തിനാ അവന്മാർ ഇത്രയും കൊണ്ട് സ്നേഹം കാണിച്ചുണ്ടാക്കിയത്? അവന്മാരുണ്ടാക്കുന്ന ഒരു ഉപ്പും അതിലും ഒന്നും ഇല്ലാത്തൊരു ഭക്ഷണം അവരെ കൊണ്ട് കഴിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, പിന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അവരുണ്ടാക്കി കഴിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് അവർ പാത്രം കഴുകണമെന്നുള്ളൊരു മൂഡിലാണ് അവന്മാർ സംസാരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താ? അവർക്ക് വേണ്ട. അവന്മാർ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ പാത്രത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല, അവർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അവന്മാരുണ്ടാക്കിയ പാത്രങ്ങൾ കഴുകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനില്ല എന്നേ പറയുള്ളൂ. ഇതെൻ്റെ അഭിപ്രായമാണ്, ഞാനില്ല എന്ന് തന്നെ പറയത്തുള്ളൂ. നമ്മുടെ അനുമോളുടെ ഒരു വലിയ സീൻ അവിടെ നടന്നല്ലോ. അനുമോൾ മറ്റേ പാത്രം, ലാലേട്ടൻ ചോദിച്ചത് ഇപ്പോഴും അവിടെ കിച്ചണിൽ പാത്രമൊക്കെ കിടപ്പുണ്ടല്ലോ എന്ന്. ആ സമയത്ത് അനുമോൾ കിച്ചണിൽ നിന്ന് പാത്രം എടുത്തോണ്ട് കാണിക്കുന്നുണ്ട്. കണ്ടോ ലാലേട്ടാ, അവന്മാർ ഉണ്ടാക്കിയിട്ടേക്കുന്ന ചോറ, എന്തിനാ ഇത്രയും ചോറൊക്കെ? ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും അവന്മാർ ഉണ്ടാക്കുക. ഉടനെ അക്ബർ എണീറ്റ് എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ അവർക്കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. എന്ത് കാര്യത്തിന്? അവർക്ക് വേണ്ട എന്നവർ പറഞ്ഞാൽ വേണ്ട, പിന്നെ എന്തിന്? കളി വേറൊന്നുമല്ല, അവന്മാർക്ക് ഇച്ചിരി വലിയ പണിയൊന്നുമില്ല അവർക്ക് കൂടെ ഇത്തിരി ഫുഡ് ഉണ്ടാക്കിയിട്ട് നൈസായിട്ട് അവരുടെ നെഞ്ചത്ത്. പാത്രം കഴുകാത്ത എന്താ? അവർ കഴിച്ചില്ല, അല്ലെങ്കിൽ അവർ കഴുകേണ്ട പരിപാടിയായിരുന്നു. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തു, അവരുടെ ജോലി ചെയ്തില്ല. ഈ ഒരു സാധനം അവന്മാർ പറയുന്നുണ്ട്. അത് പറയാൻ വേണ്ടി മാത്രം അവർക്ക് കൂടെ വേണ്ടിയിട്ട് ഇട്ടതാ ചോറൊക്കെ. അല്ലാതെ അവർ മറ്റേ കഴിക്കണം ഞങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആദില എണീറ്റ് നിന്ന് ഈ ജയിൽ നോമിനേഷൻ സമയത്ത് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുശേഷം നെവിൻ വരുന്നു. നെവിൻ വന്നിട്ട് ആര്യനെ നോമിനേറ്റ് ചെയ്തു. ആര്യനെ സാബുമാനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അനുമോളെ എനിക്ക് വിടാത്ത എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. നെവിൻ ഇപ്പോഴും പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടാണ് നിൽക്കുന്നതെന്ന് കൺഫേം ആണ്. ഒരു കാര്യമില്ലെങ്കിലും അനുമോളുടെ പേരെടുത്തിടുക. നോമിനേഷൻ സമയത്ത് ആര്യൻ്റെ പേര് പറയുന്നു, അവൻ നന്മമരം കളിക്കുകയാണ്. അതായത് ഇന്നലത്തെ കേസാണ്, ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം. ഇന്നലെ അല്ല, സോറി, മിനിഞ്ഞാന്നത്തെ, അതായത് ശനിയാഴ്ചത്തെ. നിങ്ങളിത് തിങ്കളാഴ്ച രാവിലെ ആയിരിക്കുമല്ലോ എൻ്റെ വീഡിയോ കാണുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ പാതിരാത്രി ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ശനിയാഴ്ചത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം. ആര്യൻ നൈസായിട്ട്, അതായത് അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ച കേസ്, അത് നൈസായിട്ട് അവൻ അങ്ങ് തലയൂരി. അതായത് ലാലേട്ട അത് ഭയങ്കര മോശമായിരുന്നു, അവൻ ചെയ്ത തെണ്ടിത്തരമായിരുന്നു എന്നൊക്കെ നിന്ന് പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ നീ നിന്ന് കൈയടിച്ചത്? ഇത് നെവിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം നെവിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു, എന്നിട്ട് നന്മമരം കളിക്കാൻ പോയി. ഇത് പറഞ്ഞിട്ടാണ് നമ്മുടെ നെവിൻ ആര്യൻ്റെ പേര് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സാബുമാൻ്റെ പേര് പറയുന്നുണ്ട്. സാബുമാൻ്റെ പേര് പറയുന്നതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട് അനുമോളെ എനിക്ക് അങ്ങോട്ട് വിടാൻ താല്പര്യമില്ല, അതുകൊണ്ട് സാബുമാൻ. എന്തിനാണ് അപ്പോൾ പിന്നെ അനുമോളുടെ പേരവിടെ പറഞ്ഞത്? ഇവൻ ഒരു കാര്യവും ഇല്ലാതെ അനുമോളുടെ പേര് പിന്നെയും എടുത്തുകൊണ്ട് വരുമോ ഇവൻ?
ഇവന്റെ പേഴ്സണൽ ഗ്രഡ്ജ് അത്രേ ഉള്ളൂ, അത് വ്യക്തമാണ്. അനുമോള് നോമിനേഷനിൽ ഇവന്റെ പേര് പറയുന്നുണ്ട്, സാബുമാൻ പേര് പറയുന്നുണ്ട്, അതുകൊണ്ട് അവരെ രണ്ടുപേരെ ഇവന് പിടിക്കത്തില്ല, അത്രേ ഉള്ളൂ. ഞാനത് കൺഫേം ചെയ്തു. അതാണ് ഇവനകത്ത ആ ഒരു ദേഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇവൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ രാത്രിയിൽ ലൈവിൽ കണ്ടു, അക്ബറും നെവിനും ഒന്ന് പേടിച്ചു വരച്ച് മാറിയിരിക്കുക. വലിയ ചൊറിച്ചിലൊന്നും ഇന്നലെ പോയിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ഇവന്മാരുടെ പരിപാടി എന്തായിരിക്കും എന്ന് അറിയത്തില്ല. പക്ഷെ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളും ഒതുങ്ങിപ്പോവും. ഉറപ്പുള്ള കാര്യം, രണ്ടും ഒതുങ്ങിപ്പോവും. ഇല്ലെങ്കിൽ ഇവന്മാർ, പ്രത്യേകിച്ച് നെവിൻ, അഗ്രസീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. അത് അവന് വലിയ പണിയിലേക്ക് എത്തിക്കും. പിന്നെ ലാലേട്ടൻ അവന് കൊടുത്ത പണി, എന്തിനാ പണി കൊടുത്തു എന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്ത് കാര്യത്തിന്? ഞാൻ പറയാം ആ പണിയെപ്പറ്റി. അത് വളരെ മോശമായിപ്പോയി. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ നാണം കെടുത്തുന്ന പോലുള്ള പണിയൊക്കെയാണ് ലാലേട്ടൻ നെവിന് കൊടുക്കുന്നത്. മനസ്സിലാവുന്നില്ല എന്തിനെന്ന്. അപ്പോൾ ഇത് കഴിയുന്നുണ്ട്. ആര്യൻ വന്നിട്ട് നെവിൻ്റെ അനീഷിൻ്റെയും പേരാണ് ആര്യൻ എന്നിട്ട് പറയുന്നത്. നെവിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് അവൻ കാണിച്ച പല തെണ്ടിത്തരം, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ആര്യൻ പറയുന്നത്. ഒരു കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വരുന്നു. നെവിൻ്റെയും അക്ബറിൻ്റെയും പേരാണ് പറയുന്നത്. നെവിൻ്റെ കാര്യം നമ്മുടെ ഷാനവാസിക്ക പറയുന്നത്, നിരന്തരമായിട്ട് അനുമോൾ എന്ന സ്ത്രീയെ വളരെ മോശമായിട്ട് പല പേരുകൾ വിളിക്കുന്നു എന്നുള്ളൊരു സാധനമാണ് ഷാനവാസ് പറയുന്നത്, ഷാനവാസിക്ക പറയുന്നത്. ഇനിയിപ്പോൾ ഷാനവാസിക്ക എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടാണ് ഷാനവാസിക്ക. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്ത്രീ എന്ന് പറയുന്നത് എന്തിനാണ് അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിരന്തരമായിട്ട് അനുമോൾ എന്ന സ്ത്രീയെ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ സ്ത്രീക്കാടൊക്കെ ഷാനവാസിക്കായിട്ട് വെച്ചെടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ആരെയും ആയിക്കോട്ടെ, പുരുഷനെ ആണെങ്കിലും സ്ത്രീയെ ആണെങ്കിലും അവൻ്റെ വായിൽ നിന്ന് വരുന്നത് ശരിയല്ല. അങ്ങനെ അങ്ങ് പറയുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു സാധനമാണ് പറയുന്നത്. പിന്നെ ഇവന്മാരുടെ മറ്റേ ഫുഡ് ഉണ്ടാക്കൽ കേസ്, ഇവർ പറയുന്നത് മറ്റേ ടാസ്ക് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് 3 നേരം ഫുഡ് കൊടുക്കാൻ പറ്റാത്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഷാനവാസ് പറയുന്നു 3 പേര് വെച്ച് പോകുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു, മറ്റേ ആ റൗണ്ട് ഇങ്ങനെ കറക്കിയിട്ടുള്ള, അപ്പം പസിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും, ആ ദിവസം പോലും ഒറ്റ ടാസ്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങൾക്ക് 2 നേരം ഇവന്മാർ ഫുഡ് തന്നിട്ടുള്ളൂ. വളരെ വ്യക്തമായിട്ട് ഷാനവാസിക്ക് ആ പോയിന്റ് എടുത്ത് പറയുന്നുണ്ട്. ഇവന്മാർക്ക് ഒരു അക്ഷരം മിണ്ടാനില്ല. മനസ്സിലായില്ല? വളരെ വ്യക്തമായിട്ട് ഷാനവാസിക്ക് ആ ഒരു പോയിന്റ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ജയിൽ നോമിനേഷൻ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടന്മാർ 2 പേരും അക്ബറും നെവിനുമാണ് സെറ്റായിരിക്കുന്നത്. അപ്പോൾ 2 പേരും ബിഗ് ബോസ് രാത്രി പറഞ്ഞു വിടുന്നുണ്ട്. അത് നമ്മുടെ എപ്പിസോഡിലും കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കാണ് സാബുമാനോട് പറയുന്നു, സാബുമാൻ സ്റ്റോറി പോകൂ, ഒരു ബൗൾ ഇരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് വരാൻ പറയുന്നു. പോയി എടുത്തോണ്ട് വരുന്നു. സാബുമാൻ തന്നെ ആ ബൗളിൽ കുറച്ച് ചീട്ടുണ്ട്, അതിനകത്തുനിന്ന് ആദ്യത്തെ ഒരു ചീട്ട് എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു അക്ബറിൻ്റെ പേരായിരുന്നു. അപ്പം അയാൾ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് എന്താകുമായിരുന്നു എന്നാണ് ലാലേട്ടൻ ആ ഒരു സാധനം പറയുക. അക്ബറിൻ്റെ പേരാണല്ലോ നമ്മുടെ സാബുമാൻ എടുത്തത്. അപ്പോൾ അയാൾ ഇല്ലായിരുന്നെങ്കിൽ വീട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം സാബുമാൻ പറയണം. അപ്പോൾ ആ ഒരു ടോക്കായിരുന്നു. പിന്നെ ഓരോരുത്തരും വന്നിട്ട് ചീട്ടെടുക്കുന്നുണ്ട്. സാബുമാൻ അക്ബറിൻ്റെ പേരാണ്. പിന്നെ അക്ബർ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താണ് മറ്റേ പുറകിൽ നിന്നുള്ള കുത്തലുണ്ടാവത്തില്ല, മറ്റേ പരദൂഷണം ഉണ്ടാവത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നൂറ വന്നിട്ട്, ഞാൻ അതാണ് ശ്രദ്ധിച്ചത്, നൂറ വന്നിട്ട് അനീഷേട്ടൻ്റെ പേര് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അനീഷേട്ടൻ ഈ വീട്ടിലില്ലെങ്കിൽ ഒരു ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളി ഒരു വൈബാണ്. പക്ഷെ ആ വൈബ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പുള്ളിയെ എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. എപ്പോഴും കിടന്ന് ഒച്ച വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ സത്യം പറയാലോ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എനിക്കതിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും പുള്ളി ഇതാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഓക്കെയാ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് പക്ഷെ എന്നാലും ഇച്ചിരി വെറുപ്പൊക്കെ വരുമെങ്കിലും പുള്ളി ഓക്കെയാ. പുള്ളി ഒരു ഗെയിമറാ. പുള്ളി ഗെയിം കളിക്കാനാണ് അവിടെ വന്നിരിക്കുന്നത്, അല്ല നന്മമരം കളിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി കള്ളം പറയും, പുള്ളി പല പരിപാടിയും ചെയ്യും. പുള്ളി ഗെയിമറാ, അത്ര ഞാൻ നോക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് പുള്ളിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അത് ആര് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഇപ്പം ആരും വന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അത് നടക്കാറില്ല. പുള്ളിക്ക് തോന്നിയ കാര്യമേ പുള്ളി ചെയ്യത്തുള്ളൂ എന്ന് വ്യക്തമായിട്ട് നൂറ പറയുന്നുണ്ട്. ഏകദേശം ഒരു 98% കറക്റ്റാണ്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ യോജിക്കുന്നില്ല. അത് വേറൊന്നുമല്ല, ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഈ മിത്രം കളി, അത് എനിക്കിപ്പോഴും അതിനോട് ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ നല്ലതായിരുന്നു അത്. പക്ഷേ ഇടയ്ക്ക് അത് പണിയായിട്ട് മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവരാ മിത്രമായിട്ട് പോയിട്ടുള്ള ആ ഒരു ഗെയിമിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. അത് വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. അത് എന്താണ് നമ്മുടെ അനീഷ് ഇപ്പോഴും അതിലിങ്ങനെ സ്റ്റക്ക് ഓൺ നിൽക്കുന്നതെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ചിലപ്പോൾ പുള്ളി ഉള്ളിൽ വേറെ എന്തെങ്കിലും ഒരു ഗെയിം കണ്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നെവിൻ വരുന്നുണ്ട്. നെവിൻ എടുക്കുന്ന ആദിലയുടെ ഒരു കാർഡാണ്. ഇവിടെ ഇവൻ അനുമോളെ കൊണ്ടുവന്നിടുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ്റെ 1-ാം തരം പേഴ്സണൽ ഗ്രഡ്ജ്, അത്രേ ഉള്ളൂ. എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ. നെവിൻ ആദിലയുടെ പറ്റിയിട്ടുള്ള ആദില എന്നുള്ള കാർഡാണ് എടുക്കുന്നത്. അപ്പം ആദിലയാണ് മറ്റേ പേപ്പർ എടുത്തപ്പോഴത്തേക്ക് ആദിലയുടെ പേരായിരുന്നു. അപ്പോൾ ആദിലയെ പറ്റി അവൻ പറയുമ്പോഴത്തേക്ക്
ആദില പ്രത്യേകിച്ച് ഇവിടെ ഉള്ളതും ഇല്ലതും ഒന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരേപോലെയാണ്. മേ ബി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ മിസ്സാവും, അവിടെ അനുമോളുടെ പേര്. എനിക്ക് തോന്നുന്നു അനുമോൾക്കാരുടെയും സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കാനായിട്ട്. ജനങ്ങളുടെ സപ്പോർട്ട് മതി, അതല്ലാതെ വോട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ അവിടെ ആരെങ്കിലും ഇപ്പോൾ പോയെന്നും പറഞ്ഞ് അനുമോൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുമോളുടെ സാധനവും കളിച്ച് അനുമോൾ അവിടെ നിന്ന് പോകും. മനസ്സിലായില്ല, എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ നെവിൻ പറയുന്നത് ആദില ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അനുമോളുടെ സപ്പോർട്ട് ഇല്ലാതായേനെ, അനുമോളുടെ പ്രതിഫലനം ഇല്ലാതായി പോയേനെ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എനിക്കത് മനസ്സിലായില്ല എന്ത് തേങ്ങ അവൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതിനുശേഷം ലാലേട്ടൻ നമ്മുടെ മണി ബാഗിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. മണി ബാഗിനെ പറ്റി സംസാരിക്കാൻ കാരണം നമ്മുടെ ആദില മണി ബാഗിനെ പറ്റി അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൈസ 100 എടുത്തുകൊണ്ട് പോകുന്നു, അതിലെടുത്തുകൊണ്ട് പോകുന്നു, അങ്ങനെയുള്ള ടോക്കൊക്കെ വന്നുകൊണ്ടാണ് അവിടെ ആ ഒരു കേസ് ലാലേട്ടൻ എടുത്തിരുന്നത്. അല്ലെങ്കിലും അത് പറയണമെന്നുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, മണി ബാഗിൻ്റെ കേസിൽ നെവിനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അക്ബർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 30 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ അക്ബർ എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ അക്ബർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ അത് തമാശയ്ക്ക് പറഞ്ഞതെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. പക്ഷേ നെവിൻ അത് ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ പറയുന്നു, പിന്നെ നെവിനെ നിനക്കുള്ള പണിഷ്മെന്റ് ഇതാണ്, മണി ബാഗ് നിനക്ക് എടുക്കാൻ പറ്റത്തില്ല, അതാണ് നെവിനുള്ള പണിഷ്മെന്റ്. എന്ത് പണിഷ്മെന്റാണ് ഇത്? എനിക്ക് അറിയാൻ പാടില്ല. ഇതൊക്കെ ഒരു പണിഷ്മെന്റ് ആണോ? അവൻ കഴിഞ്ഞ ആഴ്ച കാണിച്ച മടുത്തരങ്ങൾക്ക് ഒരാളെ പുറത്ത് ആശുപത്രിയിലാക്കിയതിനുള്ള പണിഷ്മെന്റ് ആണോ ഇത്? എനിക്കറിയത്തില്ല. എനിക്ക് ആ ഒരു പണിഷ്മെന്റിനോട് എനിക്ക് യോജിക്കാൻ ഒരു താല്പര്യവും ഇല്ല. കാരണം അതത്ര വലിയത് അവന് സുഖം ഇല്ലെങ്കിൽ ഇല്ല. അവനവിടെ ബാക്കിയുള്ള ദിവസങ്ങളോട് നിന്ന് എങ്ങനെയെങ്കിലും ഫൈനൽ 5 കയറാൻ നോക്കും. ചിലപ്പോൾ ഫൈനൽ 5 ചിലപ്പോൾ വേറൊരു പേഴ്സ്പെക്റ്റീവ് കൂടെ അതിനകത്ത് ചിന്തിക്കണം. ചിലപ്പോൾ ഇവൻ ഒന്നും കിട്ടാതെ ഇവനെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടുമായിരിക്കും. കാരണം അടുത്ത ആഴ്ച നെവിൻ ചിന്തിക്കുമല്ലോ അടുത്ത ആഴ്ച നിൽക്കുമോന്ന്. അപ്പം നിൽക്കത്തില്ല. അപ്പം മണി വീക്ക് അടുത്ത ആഴ്ചയാണെങ്കിൽ എങ്ങനെയും കിട്ടുന്ന പൈസ എടുത്തുകൊണ്ട് പോരാന്നുള്ളൊരു മൈൻഡ് അവൻ്റെ തലയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും അവന് പറ്റത്തില്ല എന്നുള്ളൊരു സാധനം ആയിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചിന്തിക്കാം, എല്ലാം ചിന്തിക്കാം, പക്ഷേ ഇത് മാത്രമെന്ന് നമുക്ക് ഉറച്ചു പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 2 പെർസ്പെക്റ്റീവ് പറഞ്ഞത്. ഒന്നുകിൽ ഇവനോട് ചെയ്തത് ശരിയല്ല, ഇതൊരു വലിയ പ്രോപ്പറായിട്ടുള്ള ഒരു പണിയല്ല എന്ന്. അതിവൻ ഫൈനൽ 5 എത്തുകയാണെങ്കിൽ ഓക്കെ, ഇവന് കൊടുത്ത പണി ഒന്നുമല്ല എന്ന് പറയാം. ഇനി അതല്ല, ഇവൻ അടുത്ത ആഴ്ച വല്ലതും പോവുകയാണെങ്കിൽ ഇവന് കൊടുത്തിരിക്കുന്ന പണി യമണ്ടം പണിയാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫൈനൽ 5 എത്താതെ ഒന്നും കിട്ടാതെ പൈസ ഒന്നും ഇല്ലാതെ ഇറങ്ങിപ്പോയൊരവസ്ഥ. ഇന്നിപ്പോൾ ആര്യൻ പോയ അവസ്ഥ അടുത്ത ആഴ്ചത്തേക്ക് അവന് വെച്ചേക്കുന്നു. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള ടാസ്കൊക്കെ പരിപാടിയൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യൻ മോനെ പറഞ്ഞു വിടുന്നുണ്ട്. ആര്യൻ മോൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അല്ല, ആര്യൻ മോനെ പറഞ്ഞു വിടുന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആദില ഷാനവാസ് രണ്ടുപേരോടും മാറിയിരിക്കാൻ, എവിക്ഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. രണ്ടുപേരോടും മാറിയിരിക്കുക. കാരണം അവർ രണ്ടുപേരും സേഫ് ആണല്ലോ, മാറിയിരിക്കാൻ പറയുന്നു. എന്നിട്ട് ബാക്കി എല്ലാവരെയും ഒന്നിച്ചിരുത്തുന്നു. അതിനുശേഷം ലാലേട്ടൻ മറ്റേ എവിക്ഷൻ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, ഒരാൾ മാത്രം, ആദിലയോടാണ് ചോദിക്കുന്നത്. ആദില, താൻ പറയൂ, ആരെ നമുക്ക് സേവ് ചെയ്യണം? നമുക്ക് ആരെയാ സേവ് ചെയ്യണ്ടേ? മോള് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഉടനെ ആദില പറയുന്നു, ലാലേട്ട നമുക്ക് അനുമോളെ നൂറേനെ സേവ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഉടനെ ലാലേട്ടൻ പറയുന്നു, മോളെ രണ്ടുപേരെയും കൂടെ വേണ്ട, ഒരാളുടെ പേര് പറ. ഉടനെ നൂറയുടെ പേര് പറയുന്നുണ്ട്. ഓക്കെ, നൂറ അല്ലെങ്കിൽ വേറെ ആര്? നൂറ, അനുമോള്, ആ ഒരു സാധനം പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ അനുമോള് സേവ് ആവട്ടെ. അനുമോൾ ഇപ്പുറത്തോട്ട് വരുമെന്ന് പറയുന്നു. അനുമോളെ പിടിച്ച് ഇപ്പറേ തട്ടുന്നുണ്ട്. എന്നിട്ട് അനുമോളോട് ചോദിക്കുന്നു, അനുമോൾ ഇനിയും പറ, ആരെ സേവ് ചെയ്യണം? നൂറ. ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നൂറെ നമുക്കിപ്പോൾ സേവ് ചെയ്യാൻ പറ്റത്തില്ല. സാബുമാൻ സേവ്. സാബുമാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ സേവോ? സാബുമാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ. പക്ഷെ സാബുമാൻ സേവ്ഡ് ആണ്. സാബുമാനെ സേവ് ആക്കി ഇപ്പറേ വരുന്നു. എന്നിട്ട് സാബുമാനോട് ചോദിക്കുന്നു, മോനെ നീ പറ, ആരെ നമുക്ക് സേവ് ചെയ്യണം? ഞാൻ ഞെട്ടലോടെ പറ, ആരെ സേവ് ചെയ്യണ്ടേ? ഉടനെ സാബുമാൻ, അനീഷ അല്ല, ആര്യൻ. അപ്പൊ ആര്യൻ അല്ലാതെ അനീഷേട്ടൻ അത്രയ്ക്കും ഇല്ല. അതെന്താ അനീഷേട്ടൻ അത്രയ്ക്ക് ഇല്ലാത്ത? ലാളൻ തന്നെ ചോദിക്കുന്നുണ്ട്, അതെന്താ അനീഷേട്ടൻ അത്രയ്ക്ക് ഇല്ലാത്ത? ആഹാ, എന്നാ അനീഷിനെ നമ്മൾ സേവ് ചെയ്തേ പറ്റത്തുള്ളൂ. അനീഷ് സേവ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ അനീഷിന് പറ്റും. അതെന്താ അത്രേ ഉള്ളോ അനീഷ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നത്. അനീഷേട്ടൻ അത്രയൊന്നും അല്ല. ഇപ്പം അതിനകത്ത് നിൽക്കാൻ പറ്റിയൊരു ടീമാണ് ഫൈനൽ 5 വരെ. ഇപ്പോഴും ആരുടെയും മാനിപ്പുലേഷനകത്ത്, ഒരു പരിധി കൂടുതൽ ആരുടെയും മാനിപ്പുലേഷനകത്ത് വീഴാതെ നിന്ന് പോകുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. പിന്നെ ടാസ്കുകൾ, കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കുകളിൽ പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പുള്ളി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യുക ഇൻ ദ സെൻസ് ടാസ്കിൽ നല്ല രീതിയിൽ പുള്ളി പണിയെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷ മോനെ നീ പറ, ആരെയാ സേവ് ആക്കണ്ടേ? അപ്പോൾ അനീഷും ആര്യൻ്റെ പേര് പറയുന്നു. അപ്പം ലാലേട്ടൻ പറയുന്നു, അതല്ല, വേറൊരു പേരും കൂടെ പറ. ഉടനെ നൂറയുടെ പേര്. അപ്പോൾ അല്ലല്ല,
ആര്യന്റെ പേര് പറഞ്ഞ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് വേറെ ഒരാളുടെ കൂടെ പേര്, അപ്പം നൂറയുടെ പേര്. അപ്പം ഇതിനകത്തുനിന്ന് രണ്ടുപേരെ ആരെയാ സേവ് ചെയ്യണ്ടേ? നൂറേനെ സേവ് ചെയ്യുക. അപ്പം നൂറ എന്ന സേവ്ഡ് എന്നും പറഞ്ഞ് നൂറേനെയും പിടിച്ചങ്ങോട്ട് മാറ്റിയിരുത്തുന്നു. അത് കഴിയുമ്പോൾ നൂറയോട് ചോദിക്കുന്നു, മോളെ പറഞ്ഞ ആരെ സേവ് ചെയ്യണ്ടേ? ആര്യന്റെ അല്ലേട്ടാ. ആര്യൻ അല്ലെങ്കിൽ അക്ബർ. എന്നാ അക്ബർ അങ്ങ് സേവ്. പരിപാടി മനസ്സിലായോ നിങ്ങൾക്ക്? ഉറപ്പിച്ചേക്കുമായിരുന്നു ആര്യനെ തട്ടുകയാണെന്നുള്ള കാര്യം. ലാലേട്ടനും അതറിയാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആര്യൻ അത് നേരത്തെ, കാരണം ഇത്രയും തവണ ആര്യന്റെ പേര് മാറ്റി മാറ്റി വെച്ച് വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ ആര്യന് തോന്നിക്കാണും. അതുപോലെ നൂറയ്ക്കും തോന്നിക്കാണും. കാരണം തുടക്കത്തിൽ ആദില നൂറയുടെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോളെ സേവ് ചെയ്തു. മനസ്സിലായില്ലേ? അനുമോൾ നൂറയുടെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് നൂറ ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് നൂറെ നമ്മളിപ്പോൾ സേവ് ചെയ്യുന്നില്ല. അപ്പം നൂറയും ചിലപ്പോൾ ഒന്ന് പേടിച്ച് കാണും. നൂറയും ആര്യനും രണ്ടുപേരും പേടിച്ചിട്ടുണ്ട്. നൂറ സേവ് ആയി, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷേട്ടൻ്റെ ഇതിൽ. അപ്പം ആര്യന്റെ പേരും ഇങ്ങനെ മാറ്റി മാറ്റി പോയപ്പോൾ ആര്യന്റെ ഉള്ളിലും ചിലപ്പോൾ പേടി തന്നെ നിന്ന് കാണും. ചിലപ്പോൾ വിചാരിച്ച് കാണും, ഓക്കെ നൂറെ സേവ് ചെയ്താണെങ്കിൽ ചിലപ്പോൾ എന്നെ സേവ് ചെയ്യും എന്ന് ചിന്തിച്ച് കാണും. പക്ഷേ സേവ് ആക്കിയില്ല. നമ്മുടെ പുന്നാര മോനായിട്ടുള്ള, അതായത് സുന്ദര കില്ലാടിയായിട്ടുള്ള നമ്മുടെ കട്ടപ്പനയിലെ കൃത്തിക് റോഷനെ നൈസായിട്ട് ബിഗ് ബോസ് എടുത്തങ്ങ് പുറത്ത് തട്ടി. ലാലേട്ടൻ്റെ കെയർ ഓഫിൽ. മനസ്സിലായില്ലേ? എടുത്തങ്ങ് തട്ടി. കാരണം ലാസ്റ്റ് ഉണ്ടായിരുന്ന അക്ബറിനെയും സേവ് ആക്കി വിടുന്നു. അതിനുശേഷം ആര്യൻ പുറത്തേക്ക് അങ്ങ് പോവാണ്. പിന്നെ ആര്യൻ പുറത്തേക്ക് പോകാൻ നേരത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് എല്ലാവർക്കും കൈ കൊടുത്തു. പക്ഷേ അനുമോക്ക് മാത്രം വലിയ മൈൻഡൊന്നും ചെറുക്കം കൊടുത്തില്ല. അതിനകത്ത് നമുക്കിപ്പോൾ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ്റെ ഇഷ്ടമാണ്. മനസ്സിലായോ? അവൻ്റെ ഇഷ്ടമാണ്. അവൻ കൈ കൊടുക്കുകയോ കാല് കൊടുക്കുകയോ അവൻ്റെ ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാലേട്ടൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നു. അതിന് ശേഷം രാത്രിയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നമ്മുടെ അക്ബർ മോനും നെവിൻ മോനും കൂടെ ജയിലിൽ പോയി കിടക്കാൻ. രണ്ടുപേരും കൂടെ എന്നിട്ട് അവിടെ പോയി കിടന്ന് കഥ പറയുന്നുണ്ട്. നെവിൻ അത്യാവശ്യം പേടി തട്ടിയിട്ടുണ്ട്. നല്ല പേടിയുണ്ട്. നെവിൻ പറയുന്നുണ്ട്, എനിക്ക് ബോക്സ് എടുക്കാൻ പറ്റത്തില്ല. അക്ബർ പറയുന്നു, നീ എന്തിനാടാ പേടിക്കുന്നേ? നീ ഫൈനൽ 5 എത്തുമായിരിക്കും, നീ അത് വിട്. അല്ല അക്ബർ, ആ പൈസയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ അതെങ്കിലും എടുത്തുകൊണ്ട് പോകായിരുന്നു. കാരണം പുറത്ത് പൈസയൊക്കെ വേണമല്ലോ, പറയുന്ന പോലെ അല്ലല്ലോ. നല്ല പേടിയുണ്ട്. കാരണം ഈ ആഴ്ച എങ്ങനെയോ തല ഊരി, അടുത്ത ആഴ്ച തല ഊരും എന്ന അത്ര വലിയ ഉറപ്പൊന്നുമില്ല. മണി വീക്ക് അടുത്ത ആഴ്ച ആണെങ്കിൽ കാശെങ്കിലും എടുത്തുകൊണ്ട് പോകാമല്ലോ എന്നൊക്കെ ചിന്തിച്ച് കാണും. പക്ഷേ എല്ലാം ഗോപിയായി. എനിക്ക് തോന്നുന്നു നല്ലൊരു പണിയാണ് അവന് വെച്ചിരിക്കുന്നതെന്ന്. അപ്പം ഇതൊക്കെയാണ് നടന്നത്. പിന്നെ രാത്രിയിൽ ഇപ്പം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീഡിയോ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ അനുമോളും മറ്റേ മുഖത്തൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ രാത്രി കിടന്നുറങ്ങാൻ നേരത്തിനൊരു മാസ്ക് ഇല്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ നെവിൻ വീണ്ടും മാവ് വല്ലതും എടുത്ത് തലയെ കൂടെ ഒഴിച്ചാണോ എന്ന്. അങ്ങനെയായിരിക്കുന്നത്. മുഖത്ത് മൊത്തം മാവ് വീണ കണക്ക് ഒരു പരിപാടി, ഒരു സാധനമൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് നടപ്പുണ്ട്. അതിലെയും നമ്മുടെ അനുമോളും കൂടെ കുറേ നേരം ഇരുന്ന് കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബെഡില്. കുറേ നേരം നമ്മുടെ അനുമോള് അതിലെ മാത്രമേ ഉള്ളൂ. നൂറക്കൊച്ച് നേരത്തെ കിടന്നുറങ്ങി, ടിക്കറ്റ് ഫിനാലെയൊക്കെ വിൻ ചെയ്ത് ക്യാപ്റ്റനായി. അതും കൂടെ പറയണമല്ലോ, നൂറക്കൊച്ച് ക്യാപ്റ്റനായി. നമ്മുടെ ലാസ്റ്റ് വന്നിരുന്ന, അതായത് ലാസ്റ്റ് എവിക്ഷന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ലാസ്റ്റ് നെവിനും ആര്യനും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അവരോട് രണ്ടുപേരോടും ലാലേട്ടൻ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ ഡിസൈഡ് ചെയ്യും. ഇത്രയും നാളും ആവാത്ത ഒരാൾ, അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ, ഇത്രയും നാളും ആവാത്തതല്ല, അടുത്ത ആഴ്ചത്തേക്ക് നമുക്കൊരു ക്യാപ്റ്റനെ വേണം, നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറയുന്നു. അവർ രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് നൂറയാക്കുന്നുണ്ട്. അപ്പം അത് ഓൾറെഡി അതിന് മുന്നേ തൊട്ട് മുമ്പ് നൂറയോട് സംസാരിച്ചപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഓക്കെ നൂറ ക്യാപ്റ്റൻ ആയിട്ടില്ലായിരുന്നല്ലോ അല്ലേ ഇതുവരായിട്ടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടാണോ അത് മനസ്സ് വെച്ചിട്ടാണോ രണ്ടുപേരും കൂടെ നല്ല ക്ലീൻ ആയിട്ട് നൂറയുടെ പേര് തന്നെ പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം. ടിക്കറ്റ് ഫിനാലെയും ജയിച്ചു. ഇനിയിപ്പം പണിയും റിസ്ക്കും ഒന്നുമില്ല. കൂടാതെ ക്യാപ്റ്റനും ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നൂറയുടെ ഒരു ഭരണം ഗംഭീരമാകും എന്നും പ്രതീക്ഷിക്കുന്നു. ആ ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ പറയണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞുകൊണ്ടായിരിക്കാം നേരത്തെ ക്ഷീണതയായി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അനുമോളും അതിലെ കൊച്ചും രാത്രി ഇരുന്ന് കഥയൊക്കെ പറയുന്നുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരദൂഷണങ്ങളൊക്കെ. പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ മറ്റേ ഊഞ്ഞാലിരുന്നുകൊണ്ട് പാവം, ഒരു ഊഞ്ഞാലിലല്ല, അപ്പുറത്ത് മറ്റേ മാരുതി സുസുക്കിയുടെ അവിടെയാന്ന് തോന്നുന്നു, നമ്മുടെ നെവിൻ മോനും അക്ബർ കുഞ്ഞും കൂടെ ഇങ്ങനെ ഇരുന്ന് കഥകളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. നമ്മുടെ നെവിനടുക്കെ ചോദിക്കുന്നുണ്ട്, നെവിൻ നിനക്കിനി ഗേൾ ഫ്രണ്ട് ഉണ്ടോടാ? അങ്ങനെയൊന്നുമില്ല, സൂപ്പറായിരിക്കും, പക്ഷെ ഗേൾ ഫ്രണ്ട് വേണം. ഗേൾ ഫ്രണ്ട് വന്നു കഴിഞ്ഞുള്ള അവന് കുറച്ച് നിബന്ധനകളുണ്ട്. അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അപ്പോഴും അവന് വിട്ടുവീഴ്ചയില്ല. ഭക്ഷണം എവിടെ പോയി കഴിച്ചാലും ഭാര്യ പേ ചെയ്യണം. പക്ഷേ മേടിക്കുന്ന ഭക്ഷണം അത് 50-50 ആയിരിക്കും. അത് 50-50 ആയിരിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നെവിൻ മോന് പറ്റത്തില്ല. എന്തിനാ അവൻ പറഞ്ഞത്? മറ്റേ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ അപ്പുറം ഇരിക്കുന്നവരെ കമ്പനിയാക്കിയിട്ട് അവൻ്റെ പോപ്കോണിൽ കൈയിടുമെന്ന് പറഞ്ഞ ടീമാണ്. എന്തോ ഇതൊക്കെ ശരിക്കും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ ലൈവിൽ വലുതായിട്ടൊന്നും ഇല്ല, ഇച്ചിരി ചത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മുടെ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു ഞാൻ നോട്ടീസ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആര്യൻ്റെ കാര്യത്തിൽ എന്താണെങ്കിലും തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ രാത്രി കഴിഞ്ഞിട്ടില്ല, ലൈവ് താൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഷാനവാസിക്കയുടെ മുഖത്ത് എന്തോ മറ്റേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന മറ്റേ
മേക്കപ്പിൻ്റെ എന്തോ സാധനം, അങ്ങനെ ഒരു സാധനം എന്തെങ്കിലും ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ അനുമോള്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ബാക്കി ലൈവും കൂടെ കുറച്ചു നേരം കൂടെ പോയിരുന്ന് കാണട്ടെ. എന്തെങ്കിലുമൊക്കെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അക്ബറും നെവിനും നേരത്തെ കട്ടിലേക്ക് കയറി അങ്ങ് കിടന്നു, വയ്യ. പുറത്തിരുന്ന് കുറേ നേരം കഥ പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാനത് വിട്ടുപോയി. കുറച്ച് മുമ്പ് നോക്കാൻ നേരത്തെ രണ്ടും കൂടെ കട്ടിലേക്ക് കയറി കിടക്കുന്നുണ്ട്. രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചാണ് കിടക്കുന്നത്. പാവം കുഞ്ഞുങ്ങൾ പേടിച്ചു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞ് ആരോടും ഒന്നും പറയാതെ ഇന്ന് കിടപ്പുണ്ട്. നാളെ രാവിലെ എണീറ്റിട്ട് ഇനി എന്തൊക്കെ കാണിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് നേരം കൂടെ ഞാൻ ലൈവ് നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് വീഡിയോ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ അതേലും ഒന്ന് ക്ലിക്ക് ചെയ്യുക.